അടുക്ക പരദേവ അറിഞ്ഞില്ല ഉണ്ണി അറിഞ്ഞില്ല പാമ്പിനെയാണ് പാലൂട്ടി വളർത്തിയത് എന്ന് ഒരുപക്ഷെ CPM നേതാക്കന്മാരുടെ ആത്മകഥം അതായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ എങ്കിലും നോക്കൂ, അൻവറിനെ എന്തായാലും തള്ളിക്കളയും എന്നുറപ്പായിരിക്കുന്നു. കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവർ ഇനിയും കുറെ കൂടി വയലൻ്റായി വരാനുള്ള സാധ്യതകളല്ലേ കാണേണ്ടത്, അല്ലേ? കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ? അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം നൽകാൻ അഡ്വക്കേറ്റ് ബലദേവിനും സാധിക്കാതെ വരുന്നത്. കാരണം എന്താ, അൻവർ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് അൻവറിനെതിരെ നടപടിയെടുക്കുന്നില്ല? അൻവർ തന്നെ തുറന്നു പറയുന്നു ഞാൻ ടെലിഫോൺ ചോർത്തി എന്ന്. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അപ്പോൾ അവിടെയൊക്കെ എന്ന അൻവറിനെ ആശ്വസിപ്പിച്ച് നടപടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ആർക്കും പരിക്കില്ലാതെ കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരുന്നു. പക്ഷേ ഈ അന്വേഷണം അത് ADGP നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് പറയുന്നു, P ശശി കാട്ടുകള്ളനാണെന്ന് പറയുന്നു. ഇവർക്കെതിരെ ഒന്നും കൃത്യമായിട്ടുള്ള അന്വേഷണം, സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ പാർട്ടി വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അൻവർ ഈ കടുങ്കൈക്ക് ഒരുങ്ങിയത്? ആനത്തണ്ണൻ മൂത്തെന്ന് വിചാരിച്ചു മാല ഒന്നും ആവത്തില്ല. MP രാഘവനും ഗൗരിയമ്മയും വിചാരിച്ചിട്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രസ്ഥാനം ഇത്. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA. പിന്നെ എല്ലാ മുന്നണിക്കും ചില പേരുദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇടത് മുന്നണിക്കുമുണ്ട്, കോൺഗ്രസ് മുന്നണിക്കുമുണ്ട്, BJP മുന്നണിക്കും. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില സ്വതന്ത്രന്മാർ പരീക്ഷിക്കും. ആ സ്വതന്ത്രന്മാര് ഏത് സ്വതന്ത്രന്മാർ വന്നിട്ടുണ്ടോ അവർ ആ പാർട്ടിക്ക് പണി കൊടുത്തോണ്ടാ പോകുന്നത്. അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു, ഒരു BJP പോയി കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയി. ഇത് പല പാർട്ടികളുണ്ട്. കോൺഗ്രസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല സ്വതന്ത്രന്മാരും അദ്ദേഹത്തിന്റെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടോ? വരട്ടെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കഴമ്പുള്ള ആരോപണങ്ങളല്ല. ഈ ആരോപണങ്ങളൊക്കെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും, അരുൺ നമ്പ്യാർക്കും എനിക്കും പത്മനാഭൻജിക്കും ഒക്കെ അറിയാവുന്ന ഈ കരിപ്പൂർ കേന്ദ്രീകരിച്ച് പണ്ട് വടക്കേ ഇന്ത്യയിലായിരുന്നു കേന്ദ്രീകരിച്ച് സ്വർണ്ണം കള്ളക്കടത്ത് ഇന്ന് മുന്നിലെ തുടങ്ങിയതല്ല. ആ കേസുകൾ പരിശോധിക്കൂ. കരിപ്പൂർ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് എടുത്തിട്ടുള്ളതും പോലീസ് കേസുകൾ പരിശോധിച്ചാൽ ആ വിമാനത്താവളം ഉണ്ടായ കാലം മുതലേ നിരവധി കേസുകളുണ്ട്. അത് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും ഉണ്ട്, LDF ഗവൺമെന്റ്. മുഖ്യമന്ത്രി പരാജയമാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അയാൾ കൊള്ളില്ല എന്ന് ഒരു ഇടത് തുറന്നു പറയാണ്. സ്വർണ്ണക്കടത്ത് വിഷയം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അത് പറഞ്ഞോട്ടെ, നാളെ അതിപ്പോ ശിവശങ്കറിന്റെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിലിരുന്നാണല്ലോ ശിവശങ്കർ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഇയാൾ ഒട്ടും കൊള്ളരുതാത്തവനാണ്. ഇദ്ദേഹം എന്താ പറയണ്ടേ, സൂര്യനെ പോലെ തിളങ്ങി നിന്നിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കെട്ടുപോയിരിക്കുന്നു. ഇദ്ദേഹത്തിന് 100 ആയിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് രണ്ടാമതും ഇദ്ദേഹം അധികാരത്തിലെത്തിയത്. 100-ൽ 100 ആയിരുന്നു. ഇപ്പോൾ ഇതാ സംപൂജനായിരിക്കുന്നു. ഇതൊക്കെ അൻവറിന്റെ അഭിപ്രായമല്ലേ, ജനങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. അൻവർ പറഞ്ഞോട്ട് അതിനകത്ത് എന്തായാലും മുന്നണി വിടാനായിട്ട് ശ്രമിച്ചു നിൽക്കുന്ന ഒരാള് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് അദ്ദേഹത്തിന് പരിപൂർണ്ണ ബോധ്യമുണ്ടായി. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്തിന് ഞാൻ മുന്നണി വിട്ടുപോയി എന്ന് പറയണം. ഗൗരിയമ്മ അന്ന് ഇതുപോലെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മുന്നണി വിട്ടു പോകുമ്പോൾ. MP രാഘവനും പറഞ്ഞായിരുന്നു, കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. മുന്നണിക്കോട് ഒരു മുന്നണിയിൽ നിന്നിട്ട് ആ മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് പോവുകയോ ആ മുന്നണി വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പോകുന്ന വ്യക്തികൾ, ഇവിടെ അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന്, ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനല്ലേ, BJP വിട്ടപ്പോൾ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ K കരുണാകരന്റെ മകൾ പോയത് എങ്ങനെ, കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് പോയത്. തിരിച്ച് അതുപോലെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ വരുന്നവരുണ്ട്, ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ പോകുന്നവരുണ്ട്. അത് എപ്പോഴും പാർട്ടി മാറും. അല്ല വക്കീലെ, അത്തരം ആരോപണങ്ങൾ അല്ല, അതുപോലുള്ള ആരോപണങ്ങളല്ല ഇത്. അതിനെ ഇങ്ങനെ ലഘൂകരിച്ച് കാണരുത്. ഇതിൽ വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ചെറിയ ആരോപണങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ആരോപണങ്ങളെല്ലാം വർഷങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇത് പുതിയ ആരോപണമാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് കേന്ദ്രീകരിച്ച് സ്വർണം കള്ളക്കടത്തും എന്ന് പറഞ്ഞ് ഇപ്പോഴാണോ? എത്ര വർഷം, 2018 മുതൽ അന്വേഷിക്കുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു. KT ജലീൽ മന്ത്രി അല്ല, KT ജലീൽ അല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലല്ലോ KT ജലീൽ. അദ്ദേഹം സ്വർണം മുന്തിരിക്കകത്തൊക്കെ സ്വർണം കടത്തി എന്ന് പറഞ്ഞല്ലോ KT ജലീൽ. ഇതിപ്പോ നേരത്തെ മന്ത്രിയല്ലായിരുന്നു. അപ്പൊ ഇതാണ്ട് 2016-17 മുതലേ ഉള്ള ആരോപണങ്ങളാണ്. ഇത് പുതിയ ആരോപണങ്ങളൊന്നും അല്ല. ഇത് ഓഫീസ് കേന്ദ്ര ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ.
അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ ആരോപണം സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അല്ല ഞാൻ പറയട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. അല്ല എനിക്ക് കുറച്ച് മറുപടി പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഈ ആരോപണങ്ങളൊന്നും ഞങ്ങൾക്കും പുത്രിയല്ല, എനിക്കറിയാം അനിൽ തമ്പിയാർക്കും പുത്രിയല്ല, പത്മനാഭൻജിക്ക് പുത്രിയല്ല. നമ്മൾ ദിവസേന കേൾക്കുന്ന, നമ്മളൊരു 8-10 വർഷമായിട്ട് ചർച്ച ചെയ്യുന്ന ആരോപണങ്ങൾ, അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്നത് പോലെ പല രീതിയിൽ പല രൂപത്തിലും പല ഭാവത്തിലും വരുന്നേ ഉള്ളൂ. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. പിന്നെ പ്രകാശ് വക്കീൽ പറഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് വസ്തു വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അവർ വർഷം തോറും നമ്മുടെ ഒരു നിയമം അനുസരിച്ച് വർഷം തോറും അവരുടെ സ്രോതസ്, ഞങ്ങൾക്ക് ഇത്ര രൂപ എവിടെ നിന്ന് കിട്ടി, ഈ സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉന്നയിച്ചതുണ്ട്, അൻവർ സ്വയം പറഞ്ഞ ടെലിഫോൺ ടാപ്പിംഗ്, അത് വലിയൊരു കുറ്റമാണ്. ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് സെക്ഷൻ 5 അനുസരിച്ച് ഇത് ചോർത്താം. എപ്പോഴാ? ഒന്നുകിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് അനുവാദം വേണം, അല്ലെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. എന്റെ ഫോൺ രാജ്യഭീഷണിക്ക് ദോഷമാവുന്നു വന്നാൽ. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ IT ആക്ട് 26B അനുസരിച്ച് 3 വർഷം വരെ ഇംപ്രിസൺമെന്റും അതുപോലെ 2 ലക്ഷം രൂപ. അത് BJP ഗവൺമെന്റ് 2023 അമെന്റ് ചെയ്ത് 2 കോടിയാക്കി. പക്ഷെ അത് ബില്ല് പാസ്സായിട്ടില്ല, പുതിയ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി അത് മാത്രമല്ല, വളരെ പ്രശസ്തമായ ഒരു കേസുണ്ട്, PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 92 ഇതിന്റെയൊക്കെ വയലേഷൻ ആണ് സ്വർണം ചേർത്തെന്ന് പറഞ്ഞ് വിധിയും കിടപ്പുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ പ്രത്യേകിച്ച് തെളിവേണ്ട ഒരു കേസ് എടുത്താൽ തീർച്ചയായിട്ടും അൻവർ ജയിലിൽ പോകാൻ അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് IT ആക്ട് കേസ് എടുത്താൽ അദ്ദേഹത്തിന് വരെ വരും. ബൽദേവ് സാറേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ഇപ്പോ ആർക്കും സ്ഥലം മേടിക്കാന്ന്. പക്ഷേ ഇവിടെ അൻവർ അലിഗേഷൻ കൊണ്ടുവന്നത് ഈ സ്ഥലം മേടിക്കാനുള്ള പൈസ അത് കൈക്കൂലി പണാണ്. കാരണം അത് പറയാം, ഒരു IPS പറയുന്നത് മുഴുവൻ അൻവറിനെതിരെയുള്ളത് അന്വേഷിക്കുമോ? അന്വേഷിക്കണം. സാധാരണക്കാരെ ചോദിക്കുന്നേ, അതും അന്വേഷിക്കണം. നിങ്ങളുടെ ഈ ADGP ചെയ്ത അതും അന്വേഷിക്കണം. ഞാൻ പറയട്ടെ, 36 ലക്ഷം രൂപ അത് സ്റ്റൈൽ മാത്രം പറയല്ലേ. ഞാനൊന്ന് പറയട്ടെ, 36 ലക്ഷം രൂപ ഒരു IPS ഓഫീസർക്ക് 36 ലക്ഷം രൂപ 10 മാസത്തെ ശമ്പളേ ഉള്ളൂ വക്കീലെ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ നിരവധി സോഴ്സുകളാണ് അദ്ദേഹത്തിന്റെ. ഞാൻ പറയട്ടെ വക്കീലെ പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. അപ്പൊ ഇത് 36 ലക്ഷം രൂപയായി 3 കോടിയൊക്കെ IPSകാരെ സംബന്ധിച്ച് അവരുടെ സോഴ്സും അവർക്ക് ഇഷ്ടം പോലെ എടുക്കാനുണ്ട്. അവരുടെ ഭാര്യ വീട്ടിൽ സോഴ്സ് കാണും, കോടിക്കണക്കിന് കാണും. അവർക്ക് അത് എത്ര പുല്ലായിട്ട് 1 കോടി രൂപയുടെയൊക്കെ സോഴ്സ് കാണിക്കും. അതോടെ നിൽക്കട്ടെ, 36 ഇവിടെ LD ക്ലാർക്ക് ഇവിടെ 1 കോടി 1.5 കോടിക്കൊക്കെ വസ്തു വാങ്ങിക്കുന്നു. അവർ ഇച്ചിരി ലോൺ കൂടെ എടുത്തിട്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് 36 ലക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം 2 സെന്റ് വസ്തുവിന്റെ വിലയുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്താ അൻവർ ചെയ്യുന്ന? എന്താ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു. ഇന്ന് തന്നെ 2 പേരെ അദ്ദേഹം കൊണ്ട് നിർത്തി അഭിമുഖം നടത്തി. ആരാ അവര് ദുബൈയിൽ പോയിട്ട് മലദ്വാരത്തിലും പിന്നെ എവിടെയൊക്കെ ശരീരഭാഗങ്ങളുണ്ടോ അവിടെ എല്ലാം സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നു ഇരുത്തിയാണ് അഭിമുഖം എടുക്കുന്നത്. അതെ, അല്ല അതിനകത്തുള്ള ഒരു സാങ്കേതികത എന്താ? സത്യം പുറത്തു വരണ്ടേ? അല്ല, സത്യം പുറത്ത് വന്നോണ്ട് അവര് ഈ ആരായത് കൊണ്ടുവന്നേ? ഇത് നല്ല വ്യക്തികളാണോ? ദുബായിൽ പോയിട്ട് തിരിച്ചു വന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം കള്ളക്കടത്തിക്കൊണ്ട് കമ്മീഷൻ വാങ്ങിക്കുന്നവരെയൊക്കെയാണോ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരുടെ സത്യത്തിന് എന്താ കോടതിയിൽ വരുന്നത്? അവരുടെ സത്യത്തിന് സ്വർണം പിടിച്ച് അതിന് വെട്ടിമാറ്റിയ ആളുകളുടെ പേര് പറയാൻ പാടില്ല. പറയട്ടെ. അപ്പൊ അവരുടെ അതിനെന്താ റിലവൻസി? അപ്പൊ ഇങ്ങനെയുള്ള സ്വർണ്ണ കള്ളക്കടത്തുകാരെ കൂട്ടുപിടിക്കുക, അതിനകത്ത് എന്താണ് റിലവൻസി? ഇതൊന്നും മാന്യന്മാരല്ലല്ലോ. യഥാർത്ഥത്തിൽ നല്ല സ്വർണം പിടിക്കുമെന്നും അല്ലല്ലോ ചെയ്തത്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ കൊണ്ട് നിർത്തിയിട്ടാണ് ചർച്ച കൊണ്ട്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇവിടുത്തെ സ്വർണ്ണ കള്ളക്കടത്തുകാരെ മഹത്വരിക്കരുത്. ഇത് കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? ഒരു പാവപ്പെട്ട ജനം അത് കണ്ടായെന്ന് തോന്നും. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ച് കസ്റ്റംസ് അടിച്ചോണ്ട് ഏത് സ്വർണ്ണം അവന്റെ ഇത് പിടിച്ചേ? അവൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണ്ണമാണ്, ഗവൺമെന്റിന് നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണമാണ്. പിന്നെ ഈ സ്വർണം പിടിക്കുമ്പോൾ പണ്ടും ഇപ്പോഴും എല്ലാം 10 കിലോ പിടിച്ചാൽ കോടതി വരുമ്പോൾ 4 കിലോ 5 കിലോ. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ സംഭവമൊന്നും അല്ലല്ലോ. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഈ കസ്റ്റംസ് എത്രയോ കേസുകൾ അവർ പിടിക്കാതെ വിടുന്നു. എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് അവരെടുത്തിട്ട് വിടുന്ന എത്രയുണ്ട്? എന്തിനും വേറെ പറയുന്നത് ശരിയല്ലെങ്കിൽ മദ്യക്കുപ്പികൾ വരെ ഈ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ നല്ല വില കൂടിയ മദ്യക്കുപ്പികൾ, സ്പ്രേ, ഇതൊക്കെ ഈ കസ്റ്റംസ് ഓഫീസർമാർ എയർപോർട്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ സഹിതം പറക്കെടുക്കാറുണ്ട്. അവർ മിണ്ടാതിരിക്കുന്നതെന്നറിയോ? ഇതെല്ലാം കൂടെ വാരി ബാഗിൽ തട്ടി കിട്ടാൻ നമുക്ക് നേരിട്ടറിയാവുന്ന സംഭവങ്ങളുണ്ട്.
കുറെയൊക്കെ അവരെടുത്ത് മാറി. ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഈ എയർപോർട്ടും ഗൾഫിൽ നിന്ന് വരെയൊക്കെ വിദേശത്ത് വരുന്നവരെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യാം. വക്കീൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇനിയും നിർബാധം തുടരട്ടെ എന്നാണോ? അല്ല, ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലോ ഏകാധിപത്യ വ്യവസ്ഥയിലോ രാജാക്കന്മാർ ഭരിച്ചാലോ കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ട് ഭരിക്കുന്ന ഉത്തരവുള്ള രാജ്യങ്ങൾ പോലോ അഴിമതികളൊന്നും ഒരു പരിമിടുന്ന മാവേലി ഭരിക്കുന്ന നാടുമല്ലോ. അന്ന് ഒരിക്കലും ഭരത്തില്ല അഴിമതി ഇല്ലാത്ത ഒരു രാജ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സ്വപ്നമാണ്. 90 പേര് നല്ലവരാണെങ്കിൽ 10 പേര് അഴിമതിക്കാരായിരിക്കും. പരിപൂർണമായിട്ട് അഴിമതി ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടാവുന്ന എണ്ണം പേർക്ക് പറയാം. ആരും 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത, ഒരു അഴിമതിയും കാണിക്കാത്ത, ഒരു സ്വർണ്ണക്കടത്തില്ലാത്ത രാജ്യം പറയാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും ഉണ്ടാകത്തില്ല. അഴിമതി വിരുദ്ധ സർക്കാരാണ് ഞങ്ങൾ. അതാണ് ഈ ദല്ലാളന്മാരെയൊക്കെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും, അതൊന്നും വേണ്ട. അതൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോഴാണ് പാർട്ടിക്കാരടക്കം ചോദിക്കുന്നത്. അല്ല, എവിടാ നമ്പ്യാരെ അഴിമതി ഇല്ലാത്ത? എല്ലായിടത്തും ഇങ്ങനെ കോടിക്കണക്കിന് എല്ലാവരും അഴിമതി കാണിക്കുന്നത്. അഴിമതി നടത്തിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ഇതാ പുണ്യവാളന്മാരാണ്, എന്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ അങ്ങനെയുള്ള ഡയലോഗ് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണ്ട. ഇത് ആരും പറയണ്ട. ഇവിടെ ഇഡി ചുറ്റെടുത്ത് പിടിക്കുന്ന ഇവിടെ BJP 10 സ്റ്റേജ് ഭരിക്കുന്നില്ല. അവിടെ ആരെങ്കിലും ഇഡി ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഡി പിടിക്കുന്നതൊക്കെ ഇവിടെ BJP ഭരിക്കാത്ത കേസുകളിൽ പോയി പിടിക്കുന്നു. മഹാരാഷ്ട്രയിൽ എത്രയോ കേസുകൾ എടുക്കാം. BJPക്കാരെ അന്വേഷിച്ച വിദർഭ പത്മനാഭ തർക്കീയത്തിൽ 35,000 കോടി രൂപയാണ് 3,500 കോടി രൂപയുടെ അഴിമതി കൊണ്ടു അജിത് പവാറിനെതിരെ. BJP മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് കൊണ്ടുവന്ന അഴിമതി കേസാ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അജിത് പവാർ അവിടെ നിൽക്കുന്നത് ഇപ്പം ഏത് ഇഡി അന്വേഷിച്ചു? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. പശ്ചിമബംഗാൾ 1-2 MP മാർക്കെതിരെ ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസ് അവിടുത്തെ BJPക്കാരുണ്ടെന്നല്ലോ. ഇപ്പൊ അവര് BJPയില്ല. അപ്പൊ BJPയിലോട്ടൊന്ന് അഴിമതി മാറും. എത്രയോ പേരങ്ങനെ JMM-ൽ ഒരു നേതാവിനെതിരെ അഴിമതി കൊണ്ടുവന്നില്ല, റാം സിംഗിനെതിരെ. അതിലിപ്പോ BJPയിലെ അഴിമതി മാറിയോ? ആസാം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി കേസ് അവിടുത്തെ BJP കൊണ്ടുവന്നില്ല. ഇപ്പൊ BJP വന്നപ്പോൾ അഴിമതി മാറിയോ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനൊരു വ്യവസ്ഥയാണ്. ഇതിനകത്ത് അഴിമതി എല്ലാവരും എല്ലാവരും അല്ല, ഒരു 90% പേര് നല്ലവരാണെങ്കിൽ 10% പേരോട് അഴിമതിക്കാരാണ്. അത് നിർബാധം ഇങ്ങനെ തുടർന്നു. അത് നമുക്കതൊരു പരിധി വരെ ലഘൂകരിക്കുക. അഴിമതി ഒന്നും ന്യായീകരിക്കുകയല്ല. അഴിമതി ആര് കാണിച്ചാലും, പക്ഷെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് അഴിമതി ഇല്ലാതാക്കാം. ഒരിക്കലും നടക്കത്തില്ല. അഴിമതി ഒന്നും പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല. നിയന്ത്രിക്കാൻ മാത്രമേ പറ്റൂ. ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സ്വകാര്യ സ്വത്തിന് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ സ്വകാര്യ സ്വത്തില്ല, ഒരു വ്യവസ്ഥ മുന്നോട്ട് പോകത്തില്ല. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇവരെയൊക്കെ അധികാരത്തിൽ എത്തിച്ച വോട്ടർമാർ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പഞ്ചപുച്ഛ അടക്കി നിൽക്കണം എന്നാണോ പറയുന്നത്? അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ. അടുത്ത പ്രമോദ് 1 മിനിറ്റ്.